സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യന് മരിക്കാൻ ഇഷ്ടമല്ല. മനുഷ്യൻ എങ്ങനെയാണ് മരണത്തെ അതിജീവിക്കേണ്ടത്, പ്രായം കൂടാതെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ്റെ വലിയ ആഗ്രഹമാണ് മരണത്തെ തോൽപ്പിക്കണമെന്നുള്ളത്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ സാറ്, ഞാൻ ശരിക്കും ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഫാനെന്ന അർത്ഥം കേട്ടോ. ഇനി VD സതീശൻ FND പാസ്റ്റർ ആരാധിച്ചു എന്നൊന്നും കയറി വ്യാഖ്യാനിച്ച് കളയരുത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ, ഒരു ഫാനായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന് ഉള്ള അറിവ് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചല്ല, ഒരുവിധപ്പെട്ട അണ്ടർ ദ സ്കൈ, ആകാശത്തിന് കീഴിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ വിഷയത്തെക്കുറിച്ചും പുള്ളി പഠിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത്ര വലിയ ഒരു ബുദ്ധിമാനാണല്ലോ ഈ മനുഷ്യൻ എന്നൊക്കെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അവാർഡ് വിതരണം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള IT മേഖലയിൽ നല്ല പ്രാഗൽഭ്യം തെളിയിച്ച, IT മേഖല മാത്രമല്ല, ഇപ്പോഴുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഇതിനകത്തൊക്കെ ഇൻ്റലിജൻസ് മിടുക്ക് തെളിയിച്ച സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അവാർഡ് വിതരണമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു അവാർഡാണ്. ആ അവാർഡ് വിതരണത്തിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗമാണ് ഇന്ന് ഞാൻ പാഠഭേദത്തിലൂടെ ഒന്ന് പ്രതികരിക്കുന്നത്. അദ്ദേഹം AI-യെക്കുറിച്ചും വിജ്ഞാന വിസ്ഫോടനത്തെക്കുറിച്ചും, അതായത് ഈ അറിവ് എങ്ങനെയാണ്, നോളജ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ പോലെ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ മനുഷ്യൻ ഏജിങ്ങിനെ തോൽപ്പിക്കും, പ്രായമാകാതെ ഒക്കെ സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം, അതിനെക്കുറിച്ച് ആണ് ചില കമൻറ്റുകൾ, ചില പ്രതികരണങ്ങൾ ഞാൻ ഈ പാഠഭേദത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഈ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു അവാർഡ് വിതരണത്തിൽ 2.5 ലക്ഷം രൂപയുള്ള ഒന്നാം സ്ഥാനത്തെത്തിയത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആറന്മുളയിലെ ഒരു സ്കൂളാണ്, AMMHSS എന്ന് പറയുന്ന സ്കൂള്. അതുപോലെ തന്നെ വയനാട്ടിലെ കുരമ്പാലയിലുള്ള ഒരു സ്കൂളാണ് രണ്ടാം സ്ഥാനത്തിലെത്തിയ 2 ലക്ഷം രൂപയുടെ ആ ഒരു അവാർഡ് വാങ്ങിച്ചത്. കുട്ടികളല്ലേ, കുട്ടികൾ അനുമോദനം അർഹിക്കുന്നു. അവർക്ക് നല്ലൊരു അനുമോദനം പറഞ്ഞുകൊണ്ട് ഇനിയും സതീശൻ സാറിൻ്റെ ആ ഒരു പ്രസംഗത്തിലേക്ക് കിടക്കാം. ആ ചെറിയ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടാട്ട്, നമ്മൾ മരിക്കത്തില്ലെന്നേ, കുറച്ച് കഴിയുമ്പോൾ ഏജിങ്ങിനെയൊക്കെ മനുഷ്യൻ തോൽപ്പിച്ച് നമ്മളൊക്കെ എന്നും സുന്ദര കുട്ടപ്പന്മാരായിരിക്കും എന്നാണ് ഭാവിയെക്കുറിച്ചാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. ഒന്ന് കേട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 വാക്ക് ഒരു പ്രതികരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി ഇന്റർ ഡിസിപ്ലിനറിയാണ്, 2 സബ്ജക്റ്റാണ്. 2 കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നാനോ സംഭവം ഉണ്ടാക്കി, ചെറിയൊരു സംഭവം. അത് ഇഞ്ചക്ട് ചെയ്യുക നമ്മുടെ വെയിനിലൂടെ. അത് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിങ്ങനെ പോവും. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കില്ലേ, ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റിക്ക് വെച്ചിട്ട്, അതുപോലെ ഡോക്ടർ ഇങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പോവും. ഇത് പോയിട്ട് ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല, ബ്ലോക്ക് മാറി. ശരീരത്തിലൂടെ പോയി ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല, മുടി കൊഴിയില്ല, ഒന്നുമില്ല, ക്യാൻസർ മാറും. ഇങ്ങനെയാണ് രോഗങ്ങൾ മാറ്റാൻ പോകുന്നത് വരുന്ന കാലത്ത്. പിന്നെ പറയുന്നുണ്ട് ഹാർട്ട് പോയാൽ വേറൊരാളുടെ ഹാർട്ടല്ല, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവറിന്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് അതിന്റെ ക്ലിനിക്കൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വരും ആർട്ടിഫിഷ്യൽ ലിവർ. ഇപ്പൊ തന്നെ, അധിക സമയമുണ്ട്, അടുത്ത നൂറ്റാണ്ടിലേക്ക് പോകണ്ട, ഇപ്പൊ തന്നെ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഗവേഷണം നടക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 150 വയസ്സാവുമ്പോൾ ചിലപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിരിക്കും ശരീരത്തിൽ, പഴയ സാധനമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കും വരുന്നത്. പിന്നെ വേറെ സംഭവം പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാൻ പോകണം. അത് കണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുക. കാരണം നിങ്ങളുടെ ജനറേഷനാണ് അത് കിട്ടാൻ പോകുന്നത്, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറയില്ല. എന്താ കാര്യം? ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ലെന്ന്.
125 വയസ്സാകുമ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സുന്ദരനായിരിക്കും. പ്രായാവില്ല, പ്രായാവില്ല. എൻ്റെ പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖമൊക്കെ ചുളിഞ്ഞ് പോവില്ല. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തിലുണ്ടാകുന്നത്. നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ അത്ഭുത ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, വിസ്മയ ലോകത്തേക്കാണ് എൻ്റെ കുട്ടികൾ പോകുന്നത്. ശരി, നിങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട സതീശൻ സാർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യന് ഈ പ്രായമാകുന്നതൊന്നും ഇഷ്ടമല്ല. പ്രായമാകാതിരിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും, അക്കാര്യത്തിലൊരു സംശയവുമില്ല. ഈ പ്രായമാകാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുവാൻ, മരണത്തെ തോൽപ്പിക്കാനൊക്കെ ഉള്ള ഗവേഷണങ്ങൾ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. ആ കാര്യത്തിൽ, അതായത് ഏജിങ്ങിനെതിരെ വലിയ റിസർച്ചൊക്കെ നടത്തി മരണത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. ബ്രെയിൻ ജോൺസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ സതീശൻ സാറിന് ഒരു പ്രതികരണമായിട്ട് ബ്രെയിൻ ജോൺസൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സതീശൻ സാർ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഹരാരിയുടെ പുസ്തകം വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ? അതുപോലെ ബഹുമാനപ്പെട്ട കേരള CM VD സതീശൻ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, സാറേ ബ്രെയിൻ ജോൺസനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ ജോൺസനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. കാരണം ബ്രെയിൻ ജോൺസൺ ഇന്ന് രോഗിയാണ് കേട്ടോ. 46-48 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇന്ന് വളരെ വലിയ ഒരു രോഗത്തിന് അടിമയാണ്. ഒരാൾ രോഗിയായിരിക്കുമ്പോൾ നിനക്കിങ്ങനെ വന്നത് ഇതുകൊണ്ടൊക്കെയാടാ എന്ന് പറയുന്നത് ശരിയല്ലോ. അതുകൊണ്ട് മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. ബ്രെയിൻ ജോൺസൺ തന്നെ ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു കുറിപ്പ് കൊടുത്തിരുന്നു. എന്താണെന്നറിയാമോ? ഒരുത്തൻ രോഗിയായിരിക്കുമ്പോഴാണോ കളിയാക്കുകയും പരിഹസിക്കുകയും അല്ലെങ്കിൽ ട്രോളുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യരുടെ സ്വഭാവികത. ബ്രെയിൻ ജോൺസൺ തന്നെ യേശുക്രിസ്തുവിനോട് അങ്ങ് ചേർത്ത് ഉപമിച്ചു. അദ്ദേഹം പറഞ്ഞു, യേശുവും മരിച്ചവരെ ഉയർപ്പിക്കാനൊക്കെ ശ്രമിച്ചതാ. മരണത്തെ ഓവർകം ചെയ്യാൻ ശ്രമിച്ച യേശുവിനെ ഈ പറഞ്ഞ യഹൂദന്മാർ പിടിച്ച് ക്രൂശിച്ചില്ലേ, അതുപോലെ തന്നെയാണ് മരണത്തെ അതിജീവിക്കാൻ ശ്രമിച്ച എന്നെയും. ലോകത്തിൻ്റെ മനസാക്ഷി എങ്ങനെയാണ് കേട്ടോ, അവർക്ക് മരണത്തെ ആരതിജീവിക്കാൻ ശ്രമിച്ചാലും അവരോടൊരു പുച്ഛമാണ്, അതൊരു സാമൂഹിക വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ രോഗിയായിരിക്കുമ്പോൾ ആയിരക്കണക്കിന് വാർത്താ മാധ്യമങ്ങൾ എന്നെ പരിഹസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സിൽ അദ്ദേഹം ഒരു കുറിപ്പിട്ടു. രോഗിയായ ഒരാളുടെ രോഗവിവരത്തെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പരിഹാസമില്ല. ഞാൻ ഈ VD സതീശൻ സാറിനും ആസാദിയുടെ പ്രേക്ഷകർക്കും ഒരു കുഞ്ഞു പാഠം പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രെയിൻ ജോൺസന് എന്താണ് സംഭവിച്ചത്? ആദ്യം ബ്രെയിൻ ജോൺസനെ കുറിച്ച് പറയണം. ആൻറ്റി ഏജിങ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ബ്ലൂ പ്രിൻ്റ്, ഒരു വലിയ $multi-million ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി തന്നെത്താൻ ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ് ബ്രെയിൻ ജോൺസൺ. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തു. പ്രൊജക്റ്റ് ബ്ലൂ പ്രിൻ്റ് എന്നാണ് പേര്. മനുഷ്യൻ്റെ ആയുസ് നീട്ടുക, ആൻറ്റി ഏജിങ് ഒരു പ്രൊജക്റ്റ്, ഒരു പ്രോട്ടോക്കോൾ തൻ്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുക. ഈ ബ്രെയിൻ ജോൺസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു വിധത്തിൽ ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിക്കപ്പെടുകയായിരുന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് പ്രത്യേക ഡയറ്റൊക്കെയാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറ്റിൻ്റെ അകത്തെ കലോറി പ്രത്യേകമായി കൺട്രോൾ ചെയ്യുന്നു. വെജിറ്റേറിയനാണ് ഡയറ്റ്. അതുപോലെ തന്നെ 30-ലധികം മിനറൽസ് ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കൊടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറൽസും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഉറക്കം സ്ട്രിക്റ്റായിട്ട് ഇത്ര സമയം ഉറങ്ങണം, 8 മണിക്കൂർ കണിശമായിട്ട് ഉറങ്ങണം. അതുപോലെ തന്നെ ഹൈജീൻ, നമ്മൾ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, തൊടുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ അധികം ഹൈജീനിക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ കൊറോണ സമയത്ത് നമ്മൾ വെളിയിൽ പോയിട്ട് വന്ന ഉടനെ കൈ കഴുകുന്ന ശീലം തുടങ്ങിയതാണ്, സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ശീലം തുടങ്ങിയത്. അതിപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം. അങ്ങനെ ഹൈജീൻ്റെ നിയമങ്ങൾ, പിന്നെ സപ്ലിമെൻറ്റ്സ്, തെറാപ്പീസ്, ഇതെല്ലാം ഒത്തിരി ഇദ്ദേഹത്തിന് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ട് ഇരുന്നു. പക്ഷേ സംഭവിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ ബ്രെയിൻ ജോൺസന് ഒരു വളരെ റെയറായിട്ടുള്ള ഒരു രോഗം ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടു. ആ രോഗത്തിൻ്റെ പേര് ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രിറ്റിസ്, അതായത് AIG എന്ന് പറയുന്ന ഒരു രോഗം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഗ്യാസ്ട്രിക് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു
രോഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ശരീരത്തിൻ്റെ കോശങ്ങളെ ശത്രുവായി കണക്കാക്കി അതിനെ നശിപ്പിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. ഇദ്ദേഹത്തിന് ഇത് പിടിപെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടലുകൾക്കകത്താണ്. അങ്ങനെ കുടലുകൾക്കകത്തുള്ള ഈ പറഞ്ഞ കോശങ്ങളെ അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു കളയുന്നു. ഇതിന് മരുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിലുള്ള ന്യൂട്രീഷണൽ അതായത് മിനറൽസ് പലതും അദ്ദേഹത്തിന് ആഗിരണം ചെയ്യുവാൻ വലിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. വിറ്റാമിൻ B12, അയൺ ഇങ്ങനെയുള്ള വസ്തുക്കളെ അദ്ദേഹത്തിൻ്റെ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു രോഗിയായി മാറിയിരിക്കുന്നു. ഈ രോഗത്തെ നാട്ടുകാർ മുഴുവൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുക. കാരണം മരണത്തെ തോൽപ്പിക്കാനും ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയുള്ള ഈ പറഞ്ഞ ഒരു പ്രൊസീജിയറിലൂടെ പോകുന്ന ആൾ വളരെ സുന്ദരമായിട്ട് പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്നത് പോലെ, തലകുനിച്ച് നിൽക്കുന്നത് പോലെ കാണുമ്പോൾ ആളുകൾക്ക് അദ്ദേഹം പണ്ട് പറഞ്ഞ അവകാശവാദങ്ങളെ ഓർമ്മ വരും. ഇവിടെ VD സതീശൻ സാറ് ഈ ലോകത്തിലെ ആളുകൾ ബുദ്ധിമാന്മാരൊക്കെ പറയുന്ന ഭാവിയെക്കുറിച്ചുള്ള ആ വലിയ പ്രതീക്ഷ കൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മരണത്തെയൊക്കെ തോൽപ്പിക്കുന്നൊരു കാലം വരും, എല്ലാ ശരീര അവയവങ്ങൾക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓർഗൻസ് കണ്ടുപിടിച്ച് നമ്മുടെ കരൾ പോയാൽ ഒരു ആർട്ടിഫിഷ്യൽ കരൾ, ഒരു ആർട്ടിഫിഷ്യൽ ഹൃദയമൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യൻ പോകുന്നൊക്കെ അദ്ദേഹം ഭാവിയെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് പറയുന്നത്. പക്ഷെ മരണവും ഏജിങ്ങും എന്ന് പറയുന്നത് ഈ വേദപുസ്തകത്തിലേക്ക് ഞാനൊന്ന് കടക്കുക. കൃത്യമായിട്ട് വചനം പറയുന്നു, ദൈവം മനുഷ്യൻ്റെ ആയുസ്സിനെ ക്ലിപ്തമാക്കിയിരിക്കുക. നോഹയുടെ കാലത്തത് 120 വർഷം എന്നാണ് എഴുതിയത് എങ്കിൽ അത് മോശ സങ്കീർത്തനം എഴുതുമ്പോൾ 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോഴും മനുഷ്യൻ്റെ ആയുസ് ഏകദേശം അതൊക്കെ തന്നെയാണ്, ഒരു 70 80, ഇനി മാക്സിമം പോയാൽ ഒരു 120 വരെയൊക്കെ. കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ഒരു പ്രായമുള്ള അമ്മച്ചിയുടെ ബർത്ത്ഡേ പ്രോഗ്രാം കണ്ടു. കല്ലൂരുകാരി ഒരു അമ്മച്ചിയുടെ 102-ാം വയസ്സിലെ ബർത്ത്ഡേ. അങ്ങനെ ചിലരൊക്കെ ഉണ്ട് 102 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന പലരെയും നമുക്ക് അറിയാമല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് എത്രയൊക്കെ പോയാലും ഈ പറഞ്ഞ 80-നും 120-നും ഒക്കെ ഇടയ്ക്ക് നിജപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏജിങ്ങിനെ അനുകൂലിക്കുന്ന ഈ പറഞ്ഞ DNA ഘടകങ്ങളുണ്ട്, ക്രോമസോം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം പിന്നിലേക്ക് നടക്കുവാൻ തുടങ്ങും. ശരീരത്തിൻ്റെ പുതിയ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും. ശരീരം ജരാനരകൾ ബാധിച്ച് ചുളിവുകളൊക്കെ വന്ന് ഏജിങ് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു യൂണിവേഴ്സൽ ലോയാണ്, ഇത് ഒരു കാർഡിനൽ ട്രൂത്താണ്. ഇതിനെ അതിജീവിക്കുവാൻ സയൻസിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. സയൻസിന് അതിജീവിക്കുവാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രകൃതി വച്ചിരിക്കുന്ന നിയമങ്ങൾ, പ്രകൃതി എന്ന് പറയുമ്പോൾ ദൈവം വച്ചിരിക്കുന്ന മാറ്റാനാകാത്ത അതിരുകളാണെന്നുള്ള സത്യം ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രേക്ഷകരോടും പ്രിയപ്പെട്ട സതീശൻ സാറിനോടും ഒക്കെ പറയുകയാണ്. അത്തരം സ്വപ്നങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ആ സ്വപ്നങ്ങൾ പൂവണിയുക എന്നുള്ളത് പ്രകൃതി നിയമത്തെ, അതിനെ തകിടം മറിക്കുക എന്ന യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് മരണത്തെ ജയിക്കുവാൻ യേശുക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് നാം പഠിക്കേണ്ടത്. മരണത്തെ ജയിക്കുവാൻ ഈ ബ്രെയിൻ ജോൺസൺ പറഞ്ഞതുപോലെ യേശു മരിച്ചവരെല്ലാം ഉയർപ്പിക്കുകയല്ല ചെയ്തത്. യേശു 3 പേരെ അല്ലേ മരിച്ചവരെ ഉയർപ്പിച്ചത്. അത്രയും പേരെ മാത്രമേ യേശു തൻ്റെ ശുശ്രൂഷാകാലത്ത്, ഐഹിക ശുശ്രൂഷാകാലത്ത് യേശു ഉയർപ്പിച്ചുള്ളൂ. എന്നാൽ യേശു മരണത്തെ ജയിക്കുവാൻ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവർഗത്തിന് നിത്യത, മരണമില്ലാത്ത ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു വലിയ പ്രത്യാശയാണ് യേശു കൊടുത്തത്. സമൃദ്ധിയായ ജീവൻ എന്ന് പറയും. ഒരു സയൻസിനും കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രത്യാശ. ശരിക്കും മരണം ഒരു അനുഗ്രഹമാണ്. അല്ല എങ്കിൽ ഈ പണ്ട് നമ്മുടെ കവി പാടിയതുപോലെ കുഞ്ഞായിട്ടിരിക്കുന്ന അപ്പൂപ്പന്മാരുമുണ്ട് എന്നൊക്കെ പാടേണ്ടി വരും. അതായത് അപ്പൂപ്പന് മരണമില്ലാത്തൊരു കാലം വന്നു. അപ്പൂപ്പൻ അല്ലേ മുത്തച്ഛൻ മുതുക്കൻ്റെ
മുത്തച്ഛൻ ഇരിക്കുമ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന അപ്പൂപ്പന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ പരമ്പരകൾ ഇങ്ങനെ അപ്പച്ചന്മാരങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ ഭൂമിക്ക്, അത് ഭൂമിയുടെ വ്യവസ്ഥിതിക്ക് ശരിയാകുകയില്ല. അങ്ങനെ ഒരു അനാർക്കിയുടെ ജീവിതം നയിക്കാതെ ഭൂമിയിൽ നിന്ന് ഒരു പ്രായം കഴിയുമ്പോൾ മാറ്റപ്പെടുക എന്നുള്ളത് ദൈവം തന്നെ വെച്ചിരിക്കുന്ന നിയമമാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് യേശു കർത്താവ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ നിർത്തുകയാണ്. പിന്നെ ഞാൻ ആവർത്തിക്കട്ടെ, ബ്രെയിൻ ജോൺസൻ്റെ രോഗത്തിൽ നമ്മൾ വേദനിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് ആൻറ്റി ഏജിങ്, മരണത്തെ ജയിക്കാനായിരുന്നു എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉദ്യമവുമായിട്ടുള്ള ബന്ധത്തിലാണ് പലപ്പോഴും ആളുകൾക്ക് തോന്നുന്നത് പ്രകൃതിയുടെ മുമ്പിൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടല്ലോ എന്ന് തോന്നുന്നത് എന്ന രണ്ട് വാക്കൊരു വാൽകൃഷ്ണം പോലെ പറഞ്ഞുകൊണ്ട് പാഠഭേദത്തിന് സമാപ്തി കുറിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.